ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചോറിൻ്റെയൊക്കെ ഒപ്പം ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു പുളിങ്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചോറിനൊപ്പം ഒഴിച്ചു കൂട്ടാൻ കറിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇത്. ഒരു 2 മിനിറ്റ് മതിയാവും ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം കടുകിട്ട് പൊട്ടിക്കാം. അതുപോലെ 3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സവോള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമെല്ലാം മാറി നന്നായി തന്നെ വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സബോള എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് അല്പം ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് കുതിരാൻ വെക്കണം. വഴറ്റിയ സബോളയിലേക്ക് പുളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എന്തേരം വെള്ളം ആവശ്യമുണ്ടോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കണം. നന്നായി ചാറ് വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. സബോളയിലേക്ക് പുളിയെല്ലാം ഒന്ന് പിടിക്കട്ടെ. അതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്ത കുറച്ച് വെള്ളം ഒന്ന് വറ്റി വരണം. ഏകദേശം ഈ ഒരു പരുവാകണം. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. 5 മിനിറ്റ് പോലും വേണ്ട ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തന്നെയുള്ള ഓൾ എന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഉള്ള സിമ്പിൾ റെസിപ്പിയുമായി വീണ്ടും കാണാം.